കൊച്ചിന്ന് ജർമ്മനിക്കുള്ള ഫ്ലൈറ്റ് യാത്ര കഴിഞ്ഞിരുന്ന് അമ്മ ചോദിച്ചോട്ടാ. അപ്പൊ ഞാൻ വിചാരിച്ച നാട്ടുകാരെ നിങ്ങൾക്കും പറഞ്ഞുതരാന്ന്. നമ്മൾ ആദ്യം എയർപോർട്ടിൽ എത്തിയാൽ നമ്മുടെ ഫ്ലൈറ്റിന്റെ ലഗേജ് കൊടുക്കാനുള്ള സ്ഥലത്ത് പോയിരിക്കണം. അവിടെ തന്നെ ഇരിക്കണം നിർബന്ധമൊന്നുമില്ല. ഞാൻ അവിടെ പോയിരുന്നു. ഇനി ലഗേജ് കൊടുക്കാൻ സമയമാകുമ്പോൾ അവർ പറയും നേരെ പോയി നമ്മൾ ലഗേജ് കൊടുക്കുക, ഫ്ലൈറ്റ് വരുന്ന ഗേറ്റിലേക്ക് നമ്മൾ നേരെ പോവാം. ഞാൻ ബുക്ക് ചെയ്തത് കുവൈറ്റ് എയർവൈസ് ആയിരുന്നു. എനിക്ക് 31,000 രൂപയ്ക്കാണ് ടിക്കറ്റ് കിട്ടിയത്. എന്റെ ടിക്കറ്റിൽ എനിക്ക് 46 കിലോക്കുള്ള എന്ത് സാധനം വേണമെങ്കിലും നാട്ടിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകാം. നമ്മുടെ നാട്ടിൽ ബസ് എടുക്കാൻ നേരാകുമ്പോൾ ഡ്രൈവറും കണ്ടക്ടറും വരില്ലേ, അതുപോലെ തന്നെയാണ് ഇവിടെ. ഫ്ലൈറ്റ് എടുക്കാൻ നേരാകുമ്പോൾ ഇതുപോലെ പൈലറ്റുമാർ വരും. ഇവന്മാർ എന്തൊട്ടാണ് ഈ പെട്ടിയിൽ കൊണ്ടുവരണമെന്ന് കുറെ കാലമായിട്ടുള്ള സംശയമാണ്. അങ്ങനെ ഫ്ലൈറ്റ് എടുക്കാൻ നേരാകുമ്പോൾ നമ്മളെ വിളിച്ച് കയറ്റി. പിന്നെ ഫ്ലൈറ്റ് എടുക്കണേക്കാളും മുന്നേ ഇതുപോലെ കുറെ അനൗൺസ്മെന്റ് കാര്യങ്ങളുണ്ടാവും. അഥവാ ഫ്ലൈറ്റിന് എന്തെങ്കിലും പറ്റിയാൽ എങ്ങനെ രക്ഷപ്പെടാന്നാണ് അവർ പറഞ്ഞു തരുന്നത്. എന്റെ ഫ്ലൈറ്റ് രാവിലെ 3:15 നിങ്ങളുടെ ടിക്കറ്റിൽ നിങ്ങൾ ഫുഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമയാസമയം അവർ കൊടന്നു തരും. കൊച്ചിയിൽ നിന്ന് കുവൈറ്റിലേക്ക് എനിക്ക് അത്യാവശ്യം നല്ല ബിരിയാണി കിട്ടി. അങ്ങനെ 5.5 മണിക്കൂർ ഫ്ലൈറ്റ് ചെയ്ത് ഞാൻ നേരെ കുവൈറ്റിൽ പോയി ഇറങ്ങി. ഇതുവരെ നിങ്ങൾ കണ്ടത് ഫസ്റ്റ് ഹാഫ്, ഇനി നമ്മുടെ സെക്കൻഡ് ഹാഫ്. അങ്ങനെ അവിടുത്തെ സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞ് അടുത്ത ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഒരു കാര്യം, നമ്മൾ കൊച്ചിയിൽ കൊടുത്ത നമ്മുടെ ലഗേജ് ഇനി ജർമ്മനിയിലേക്ക് കിട്ടുള്ളൂ. ഇനി കുവൈറ്റിൽ നിന്ന് 1:30 നമ്മുടെ അടുത്ത ഫ്ലൈറ്റ്. അങ്ങനെ ഫ്ലൈറ്റ് എടുക്കാൻ നേരെ ഇപ്പൊ നമ്മുടെ പൈലറ്റുമാർ വന്ന് ഓടിച്ചാടി കയറി. അവർ കയറിയാലാണല്ലോ ഫ്ലൈറ്റ് പോകുള്ളൂ. അങ്ങനെ ഫ്ലൈറ്റിന്റെ ചെക്കപ്പും തുടപ്പം കഴിയുമ്പോൾ പൈലറ്റുമാർ എയർ ഹോസ്റ്റസ്മാരോട് പറയും ആൾക്കാർ കയറ്റിക്കുന്നു. അപ്പൊ അവരൊക്കെ നമ്മളെ വിളിച്ചങ്ങോട്ട് കയറ്റും. കുവൈറ്റിൽ നിന്ന് ഫ്രാങ്ക്ഫർട്ടിലേക്കുള്ള ഫ്ലൈറ്റിൽ എന്ത് ഫുഡാ തന്നെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. വിശപ്പ് കാരണം കിട്ടിയത് ഞാൻ അങ്ങോട്ട് തിന്നു. പകൽ സമയത്ത് നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് പുറത്തേക്ക് നോക്കിയത് ഇതായിരിക്കും കാഴ്ച. അങ്ങനെ നീണ്ട 6 മണിക്കൂർ കൊണ്ട് നമ്മൾ ജർമ്മനിയിൽ എത്തി. ഫ്ലൈറ്റ് യാത്രയിൽ ഉറങ്ങാൻ പറ്റുന്നവർ ഭാഗ്യമാരാണ്. കാരണം എന്റെ ഫ്ലൈറ്റ് യാത്രകളിൽ എനിക്ക് ഒരു തരി പോലും ഉറങ്ങാൻ പറ്റാറില്ല. ഒരു ലോങ് യാത്ര കഴിയുമ്പോഴേക്കും നമ്മൾ പകുതി ചത്തുണ്ടാവും. അതായിരുന്നു സത്യത്തിൽ എന്റെ അവസ്ഥ. അങ്ങനെ അവിടെ എത്തുമ്പോ നമ്മുടെ പെട്ടിയൊക്കെ നമ്മുടെ കയ്യിൽ തിരിച്ചു കിട്ടും. ഇത് ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പൊ ശരിട്ടാ, മര്യാദ ഉറങ്ങാൻ പറ്റിയിട്ട് ഞാൻ അവിടെ പോയിട്ട് വേണം ഉറങ്ങാനായിട്ട്.